ഇന്ത്യ വൈവിധ്യമാർന്ന സംസ്കാരവും പാരമ്പര്യവുമുള്ള ഒരു രാജ്യം മാത്രമല്ല, പരിഹരിക്കാൻ കഴിയാത്ത പല വിചിത്രമായ സംഭവങ്ങൾക്കും പേരുകേട്ട രാജ്യം കൂടിയാണ്. വളർന്നുവരുന്ന ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടുപോലും ഈ നിഗൂഢതകൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോഴുമുള്ള പരിഹരിക്കപ്പെടാത്ത നിഗൂഢതയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇന്ത്യയിലുള്ള 10 നിഗൂഢതകളെ കുറിച്ചാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 10, സ്നേക്ക് വില്ലേജ്. മഹാരാഷ്ട്രയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് സോലാപൂർ. ഈ ഗ്രാമം മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെയാണുള്ളത്. ഈ ഗ്രാമവാസികളുടെ വീടുകളിലെല്ലാം പാമ്പ് അവരുടെ വളർത്തു മൃഗമാണ്. കൂടാതെ പൊതുവെ പാമ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ മാരകമായ വിഷമുള്ളവയാണ്. കൂടാതെ വിചിത്രമായ രൂപമുള്ളവയായതുകൊണ്ടും നമുക്കതിനോട് എപ്പോഴും ഒരുതരം ഭയമായിരിക്കും. എന്നാൽ ഈ സോലാപൂർ ഗ്രാമത്തിൽ മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ യാതൊരു ഭയവുമില്ലാതെ പാമ്പുകളെ കയ്യിലെടുത്ത് കളിക്കും. കൂടാതെ ഗ്രാമത്തിലുള്ള ജനങ്ങൾ പാമ്പുകളെ അവരുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ കാണുകയും കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കും. ഇതുകൂടാതെ സോലാപൂരിലെ ജനങ്ങൾ പാമ്പുകളെ ദൈവമായും ആരാധിക്കുന്നുണ്ട്. ഇതിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന നിഗൂഢമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നുവരെയും ഈ പ്രദേശത്തുള്ളവർ ആരും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടില്ല. പറഞ്ഞു വന്നാൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ഒരിക്കൽ പോലും പാമ്പ് കടിച്ചിട്ടേയില്ല. നമ്പർ 9, ട്വിൻസ് ടൗൺ. ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് വളരെ സാധാരണമായ കാര്യം തന്നെയാണ്. എന്നാൽ ആർക്കെങ്കിലും ട്വിൻസ് ജനിക്കുകയാണെങ്കിൽ നമ്മൾ അത് വളരെ അത്ഭുതത്തോടു കൂടി കാണും. എന്നാൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊടിനി എന്ന ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ട്വിൻസ് ഉണ്ടാകും. ഈ ഗ്രാമം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും 355 കിലോമീറ്റർ അകലെയാണുള്ളത്. ലോകം മുഴുവനിലെയും 1000 കുഞ്ഞുങ്ങളെടുത്താൽ അതിൽ 4 പേർ മാത്രമായിരിക്കും ട്വിൻസ് ആയി ജനിക്കുക. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് 1009 കുഞ്ഞുങ്ങൾ ട്വിൻസ് ആയിരിക്കും. അതേസമയം കേരളത്തിലുള്ള ഈ കൊടിനി ഗ്രാമത്തിൽ മാത്രം 1000 കുഞ്ഞുങ്ങളിൽ 45 കുഞ്ഞുങ്ങൾ ട്വിൻസ് ആയിരിക്കും. ഈ ഗ്രാമത്തിൽ ഇരട്ടകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ട്വിൻസ് ടൗൺ എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. ഏകദേശം 2000 കുടുംബങ്ങളുള്ള ഈ ഗ്രാമത്തിൽ 400 ട്വിൻസ് എങ്കിലും ഉണ്ടാകും. ഈ കൊടിനി ഗ്രാമത്തിൽ ജനിച്ച് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിഞ്ഞ് പോയ ആ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കും ട്വിൻസ് തന്നെയാണ് ജനിക്കുന്നത് എന്നും ഡോക്ടേഴ്സ് ഒരു പഠനത്തിലൂടെ കണ്ടെത്തി. ഇതിനുള്ള കാരണം കണ്ടെത്താനായി 2016 വർഷം ഹൈദരാബാദ് സയൻസ് ഫോറം, ലണ്ടൻ, ജർമ്മനി സർവകലാശാലയിൽ നിന്നുള്ള പ്രൊഫസർമാർ ഈ ട്വിൻസിന്റെ സാമ്പിൾസ് ഉപയോഗിച്ച് DNA പരിശോധന നടത്തി. ഈ പരിശോധനയെല്ലാം നടത്തിയിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ട്വിൻസ് ജനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇന്നുവരെയും ഗവേഷകരെ കൊണ്ടോ ഡോക്ടറെ കൊണ്ടോ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 2012 രാജസ്ഥാൻ സംസ്ഥാനത്തിലുള്ള ജോധ്പൂരിൽ പൊടുന്നനെ ഒരു അണുബോംബ് പൊട്ടുന്നത് പോലുള്ള വളരെ ഭയാനകമായ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടവർ ചിന്തിച്ചത് വ്യോമസേനയുടെ ഏതെങ്കിലും പരിശീലനം ഇവിടെ നടക്കുന്നുണ്ടാകുമെന്നാണ്. എന്നാൽ വ്യോമസേനയിലെ സൈനികർ ഇത് പൂർണ്ണമായും നിരസിച്ചു. കാരണം ആ ശബ്ദം കേട്ട ആ ഒരു സമയം ഏതൊരു വിമാനവും ആകാശത്തിൽ പറന്നിട്ടില്ല. ഇന്നുവരെയും ഈ ശബ്ദം എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ അത്ഭുതകരമായ ഒരു കാര്യം, ഈ ശബ്ദം കേട്ട അതേ മാസത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ശബ്ദം കേട്ടിട്ടുണ്ട്. നമ്പർ 7, ബോൾ റോക്ക്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ മഹാബലിപുരത്ത് നിന്നും ഏകദേശം 200 കിലോമീറ്റർ ദൂരെ കൃഷ്ണന്റെ വെണ്ണപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഏകദേശം 270 ടൺ ഭാരമുള്ള 20 അടി ഉയരമുള്ള ഒരു വലിയ പാറയുണ്ട്. കൃഷ്ണൻ ഗോകുലത്തിൽ നിന്ന് മോഷ്ടിച്ച വെണ്ണയുടെ ഒരു ഉരുളയാണ് ഇതെന്നും അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് ബട്ടർ ബോൾ എന്ന പേര് വന്നതായും പറയുന്നു. ഈ പാറ കണ്ടാൽ എപ്പോ വേണമെങ്കിലും ഉരുണ്ട് വീഴും എന്ന രീതിയിൽ 45 ഡിഗ്രി ചരിഞ്ഞ് ആ പാറ പ്രതലത്തിൽ യാതൊരു ഗുരുത്വാകർഷണ ബലവും ഇല്ലാതെ അങ്ങനെ നിൽക്കും. എന്നിട്ടും ആ ഒരു പാറ ഉരുളാതെ അതേ സ്ഥലത്ത് അതുപോലെ തന്നെ ഉള്ളതാണ് ഏറെ അത്ഭുതകരമായ കാര്യം. ഈ പാറ നീക്കം ചെയ്യാൻ ശ്രമിച്ച പല്ലവ രാജാവായ 1-ാം നരസിംഹവർമ്മ പല്ലവന്റെ ശ്രമം പരാജയപ്പെട്ടുവെന്നും പറയുന്നു. അതിനുശേഷം ഈ പാറ കാരണം മലയടിവാരത്തിലുള്ളവർക്ക് എന്തെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് 1908 വർഷം ചെന്നൈയിലെ ഗവർണറായിരുന്ന സർ ആർത്തർ അവലോക്
17 ആനകളെ ഉപയോഗിച്ച് ഈ പാറ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. എങ്കിൽ പോലും ആ പാറ ഒരൽപ്പം പോലും ആ സ്ഥലത്ത് നിന്നും ചലിച്ചില്ല. 17 ആനകൾ ചേർന്ന് ശ്രമിച്ചിട്ടുകൂടിയും ഈ പാറയെ അനക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്നുവരെയും വളരെ ആശ്ചര്യവും നിഗൂഢതയും സൃഷ്ടിക്കുന്ന ഒന്നായി നിലകൊള്ളുന്നു. നമ്പർ 6, അശോക ആൻഡ് ഹിസ് 9 മിസ്റ്റീരിയസ് മെൻ. പരാജയം കണ്ടിട്ടില്ലാത്ത മൗര്യ ചക്രവർത്തിയായ അശോകനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അശോകന്റെ രാജ്യസഭയിലുണ്ടായിരുന്ന 9 ജ്ഞാനോദയമുള്ള വളരെ വിചിത്രമായ വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ 9 പേർക്കും പരസ്പരം അറിയില്ല, അപരിചിതരാണ്. ഈ 9 പേരും ഓരോ മേഖലയിൽ വിദഗ്ധരായിരുന്നു. അവർ ആരാണ് എന്ന് ഇന്നും അറിയില്ല. ഇവർ ഇന്ത്യയിൽ നിന്നുള്ളവരല്ല എന്നും ലോകം മുഴുവനും ഇവരുടെ പിൻഗാമികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും പറയുന്നു. നമ്പർ 5, അയൺ പില്ലർ. ഡൽഹിയിലുള്ള ലോക പ്രശസ്തമായ ഇരുമ്പ് തൂണിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ഇരുമ്പ് തൂൺ ഡൽഹിയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെ മേഘരോളി എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇന്ത്യയുടെ സുവർണകാലം എന്ന് പറയപ്പെടുന്ന ഗുപ്ത ഭരണകാലത്ത് ഏറ്റവും മികച്ച രാജാവായിരുന്ന 2ാം ചിത്രഗുപ്തനാണ് ഈ ഒരു തൂണ് സൃഷ്ടിച്ചത്. ഏകദേശം 1600 വർഷത്തിൽ കൂടുതലായിട്ടും ഈ ഇരുമ്പ് തൂൺ തുരുമ്പ് പിടിച്ചിട്ടേയില്ല. ഇത് തുരുമ്പ് പിടിക്കാത്തതിന് കാരണം എന്താണെന്നറിയാനായി അവസാനം ഇതിലുള്ള അയൺ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, ഹൈഡ്രേറ്റ് എന്ന രാസവസ്തുക്കൾ മൂലമാണ് ഈ ഇരുമ്പ് തൂൺ തുരുമ്പ് പിടിക്കുന്നില്ല എന്നുള്ളത് കണ്ടെത്തി. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ 1600 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. നമ്പർ 4, സൗത്ത് ഇന്ത്യാസ് ഡെസേർട്ട്. കർണാടകയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് തലക്കാട്. ഈ ഗ്രാമം കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 134 കിലോമീറ്റർ അകലെയാണുള്ളത്. ഒരു ചെറിയ മരുഭൂമി പോലെയാണ് ഈ പട്ടണമുള്ളത്. ആ ഗ്രാമം തന്നെ ഒരു മരുഭൂമിക്കുള്ളിലുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ മണൽ കൊണ്ട് മൂടിയിരിക്കും. ഈ ഗ്രാമം കാവേരി നദിക്ക് വളരെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വിഭവ സമൃദ്ധമായ ഗ്രാമമായിരുന്നിരിക്കണം. എന്നാൽ അതിന് വിരുദ്ധമായി ഈ ഗ്രാമം മുഴുവനും മണൽ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത് ആശ്ചര്യമായാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇതൊരു മരുഭൂമി പോലെ ആയി എന്ന് ഇന്നുവരെ ആരെക്കൊണ്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്പർ 3, ഗ്രോയിങ് നന്ദി. ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ യഗാന്തി എന്ന പ്രദേശത്ത് ഉമാമഹേശ്വരി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിഗൂഢമായ ഒരു നന്ദി പ്രതിമയുണ്ട്. AD 15ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ഒരു നന്ദി മുൻപ് ചെറുതായിരുന്നുവെന്നും ഇപ്പോൾ ആ നന്ദി വളർന്ന് വലുതായി എന്നും ആ പട്ടണത്തിലെ ജനങ്ങൾ പറയുന്നു. ചിലർ പറയുന്നത് ഈ നന്ദി പ്രതിമ നിർമ്മിച്ച പാറ വെള്ളം വലിച്ചെടുക്കാൻ കഴിവുള്ളതാണെന്നും അതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോഴെല്ലാം വെള്ളം നന്ദി കുടിക്കുകയും അങ്ങനെ നന്ദി വളരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം ആരെക്കൊണ്ടും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്പർ 2, സ്കോർപിയോൺ ഇൻ ദർഹ. ഉത്തർപ്രദേശിലെ അംരോഹ ജില്ലയിലെ ഷർബുദ്ദീൻ ഷാ വിളയാത് എന്നൊരു ദർഗയുണ്ട്. UPയുടെ തലസ്ഥാനമായ ലക്നൌവിൽ നിന്നും ഏകദേശം 392 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ദർഗയിൽ ധാരാളം തേളുകളുണ്ട്. ഈ ദർഗയിൽ വരുന്നവരെ ഈ തേളുകൾ കടിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ദർഗയിലേക്ക് വരുന്ന ആളുകൾ തേളിനെ പിടിച്ച് തന്റെ കൈകളിലേക്ക് വയ്ക്കും. അപ്പോൾ പോലും ഈ തേളുകൾ അവരെ കടിക്കാറില്ല. ഈ ദർഗയിൽ ധാരാളം തേളുകൾ ഉണ്ടായിരുന്നിട്ടും അവിടെ വരുന്ന ജനങ്ങൾ ഇവ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അതിശയകരവും നിഗൂഢമായി തന്നെ തോന്നും. നമ്പർ 1, ലഡാക്കിലുള്ള കോംഗ്ല പാസ് എന്ന സ്ഥലം. ഈ സ്ഥലം ആൾ സഞ്ചാരമേ ഇല്ലാത്ത വളരെ നിഗൂഢമായ പ്രദേശമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള ഈ ഒരു പ്രദേശം അന്യഗ്രഹ വാഹനങ്ങൾ വന്നിറങ്ങുന്ന സ്ഥലമായി പറയുന്നു. ഈ സ്ഥലം ഇങ്ങനെ പറയപ്പെടുന്നതിന് ഇവിടെ നടക്കുന്ന ചില നിഗൂഢമായ സംഭവങ്ങളാണ് കാരണം. പ്രത്യേകിച്ച് അന്യഗ്രഹ ജീവികൾ എന്ന് പറയപ്പെടുന്ന ഏലിയൻസിന്റെ വാഹനങ്ങൾ ഇവിടെയുള്ള ആകാശത്തിന് മുകളിൽ കൂടുതലായും പറക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികൾ അന്യഗ്രഹ ജീവികളുടെ വാഹനം വന്നു പോയത് കണ്ടിട്ടുണ്ട് എന്നും അവ ആകാശത്ത് നിന്ന് രാത്രി സമയത്ത് വളരെ വിചിത്രമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതായും പറയുന്നു. കൂടാതെ ഒരുപാട് വെബ് പേജുകളിൽ ഈ ഹോങ്ല പാസ് മേഖലയിൽ അന്യഗ്രഹ ജീവികളുടെ ബഹിരാകാശ വാഹനങ്ങൾ ഉള്ളതുപോലുള്ള ഫോട്ടോസും വരുന്നുണ്ട്. കൂടാതെ ഈ കോംഗ്ല പാസ് വഴി വിമാനങ്ങൾ ഏതെങ്കിലും പോവുകയാണെങ്കിൽ ആ ഫ്ലൈറ്റ് ഗൈഡൻസ് ഉപകരണങ്ങൾ മുഴുവനായും തകരാറിലാകും. ഇത് പല പൈലറ്റ്സ്മാരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല നിഗൂഢമായ കാര്യങ്ങൾ ഈ കോംഗ്ല പാസിനെ ചുറ്റി ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ഈ 10 നിഗൂഢമായ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.